പ്രിയമുള്ള തരൂർ നിയോജക മണ്ഡലത്തിലെ കളിമൺ പാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നമുക്കറിയാം ഈ തരൂർ നിയോജക മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിലും ഏകദേശം 10,000-ഓളം പേർ ഈ സമുദായത്തിൽ പെട്ടവരാണ്. കളിമൺ പാത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉപജീവനം മാർഗം സ്വീകരിച്ചിട്ടുള്ള ഇവരുടെ ഇന്നത്തെ അവസ്ഥ വളരെ ശോചനീയമായ രീതിയിലാണ് പോകുന്നത്. നമുക്കറിയാം 2015-ൽ ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങി വെച്ച കേരള സംസ്ഥാന മൺപാത്ര നിർമ്മാണ വിപണന ക്ഷേമ വികസന കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് വളരെ മോശമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ വികസന കോർപ്പറേഷൻ്റെ പ്രവർത്തനം വിപുലീകരിക്കും. UDF വന്നു കഴിഞ്ഞാൽ വിപുലീകരിക്കും. അതുപോലെ തന്നെ അവർ നിർമ്മിക്കുന്ന കളിമൺ പാത്രങ്ങളുടെ വിപണന കേന്ദ്രങ്ങൾ കേരളത്തിന് പുറത്തേക്കും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കും. അതിനുള്ളൊരു സ്പെഷ്യൽ പാക്കേജ് ഞാൻ ജയിക്കുകയാണെങ്കിൽ തരൂർ നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കും. അതുപോലെ തന്നെ ഇന്ന് അവർ അനുഭവിക്കുന്ന മറ്റൊരു വിഷയമാണ് അവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്ന്. ആ ജാതി സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. ആ ജാതി സർട്ടിഫിക്കറ്റ് കിട്ടുന്നുള്ള അതിൻ്റെ പ്രശ്നങ്ങൾ പരിശോധിച്ചുകൊണ്ട് ശാശ്വതമായ ഒരു നടപടി സ്വീകരിക്കും എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. തരൂർ നിയോജകമണ്ഡലത്തിൽ നിന്നും ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ MLA എന്ന രീതിയിൽ അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. നന്ദി, നമസ്കാരം.